2024 JEE Jan Phase 1 Shift 1 Question number 12. നമുക്കൊന്ന് പരിചയപ്പെട്ടേക്കാം. ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. അപ്പം ഏത് ചാപ്റ്ററാണ് എൻ്റെ കുഞ്ഞുങ്ങൾ പറ? ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഈ ഗ്രാവിറ്റേഷൻ ഇലക്ട്രോസ്റ്റാറ്റിക്സും ക്ലബ് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ നമുക്ക് തന്നിട്ടുണ്ട്, നെഗറ്റീവ് വാല്യൂ ആണെന്ന് നമുക്കറിയാമല്ലോ. ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണെന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ പ്രോബ്ലം സിമ്പിളായി. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഓഫ് ദ എർത്ത് തന്നിട്ടുണ്ട്, ഹൈറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഏറ്റവും ഷോർട്ട് കട്ട് മെത്തേഡ് ഞാൻ പറയട്ടെ എൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ്. എന്താ, നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് V is equal to ED എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ഗ്രാവിറ്റേഷൻ വരുമ്പോൾ V is equal to I into R അങ്ങനെ എഴുതാം. അപ്പോൾ R എന്ന് പറയുന്നത് V/I. ഈ I എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെന്ന്. ഇത്രയും ഉണ്ടായിരുന്നുള്ള മക്കളെ. അപ്പോൾ R+H എന്ന് പറയുന്നത് V/G ആണ്. ശരിയല്ലേ? V എത്രയാണ്? ആ നെഗറ്റീവും ക്യാൻസലാണ്. 5.1. അപ്പോൾ 512 × 10⁻². പറയൂ. 5 ഡിവൈഡഡ് ബൈ, എന്തുകൊണ്ടാണ് നമ്മൾ രണ്ട് പ്ലേസ് മാറ്റിയേ, അതൊക്കെ പെട്ടെന്ന് ചെയ്തോണം. ഡിവൈഡഡ് ബൈ 64 അല്ലെങ്കിൽ 64 × 10⁻⁻1. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് 8 ആണെന്ന് അറിയാൻ മേലാത്ത കുട്ടികൾ ആരും നമ്മുടെ കൂട്ടത്തിലില്ല. × 10⁻6 ഇത്രയും കിലോമീറ്ററാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് 8000, ഇത് ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റുവാണ് മക്കളെ, R+H എന്ന് പറയുന്നത് 8000 കിലോമീറ്ററാണ്. അപ്പം H എന്ന് പറയുന്നത് 8000 കിലോമീറ്റർ ഡിവൈഡഡ് മൈനസ് R 6400 കിലോമീറ്റർ. അപ്പോൾ 00, ഇത് മൈനസ് ചെയ്യുമ്പോൾ 6 1. അപ്പോൾ ഇത്രയും കിലോമീറ്റർ ആയിരിക്കും എന്ത്, H. ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ കിടക്കുന്നു. അടിപൊളിയല്ലേടാ. അപ്പം 1600 കിലോമീറ്റർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ട്രിക്കി മെത്തേഡ്. V is equal to ED നമ്മൾ പൊട്ടൻഷ്യൽ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? E is equal to -dV/dr ഇതൊക്കെ പഠിച്ചേക്കുന്നതാണ്. അപ്പോൾ V is equal to ED വെച്ച് നമുക്ക് ഈസി ആയിട്ട് ആ പ്രോബ്ലം നമുക്ക് ക്യാച്ച് ചെയ്യാമായിരുന്നു. ഓക്കെ, താങ്ക് യു.